ഇന്ന് ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളി ആചരണത്തിൻ്റെ ചൈതന്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കാൽവരി യാഗം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കാൽവരി യഥാർത്ഥത്തിൽ ദൈവപുത്രനായ ഈശോയുടെ യാഗപീഠമാണ്. സ്നേഹം തന്നെയായ ദൈവം മനുഷ്യ രക്ഷാർത്ഥം തൻ്റെ പുത്രനായ ഈശോയെ ലോകത്തിലേക്ക് അയച്ചു. പിതാവിൻ്റെ ഹിതമനുസരിച്ച് പീഡാസഹനത്തിലൂടെ കുരിശുമരണത്തിലൂടെ പുത്രനായ ഈശോ മനുഷ്യവർഗത്തെ മുഴുവൻ പിതാവിലേക്ക് അഥവാ നിത്യരക്ഷയിലേക്ക് നയിച്ചു. ആദത്തിലൂടെ മനുഷ്യവർഗം പാപത്തിലേക്കും നാശത്തിലേക്കും പോയെങ്കിൽ രണ്ടാം ആദമെന്ന് വിശേഷിപ്പിക്കുന്ന ഈശോയിലൂടെ ദൈവമക്കൾ മുഴുവൻ രക്ഷയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. മനുഷ്യൻ പാപത്താൽ അധപതിച്ചെങ്കിൽ ആ മനുഷ്യന് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് നിത്യരക്ഷയിലേക്ക് വരിക എളുപ്പമല്ല. അതിനാൽ ദൈവം തന്നെ മനുഷ്യനായി അവനെ രക്ഷയിലേക്ക് ഉന്നതത്തിലേക്ക് നയിക്കുകയാണ്. മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാൻ കാരണമായ കാൽവരി നമ്മുടെ സ്മരണയിൽ എന്നും നിലനിൽക്കണം. കാൽവരി ഒരു യാഗമാണ്. കാൽവരി ഒരു യാഗത്തിൻ്റെ കഥയാണ്. കാൽവരി സ്മരണ പുതുക്കുന്ന ഈ ദുഃഖവെള്ളി ആചരണം നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് കാരണമാകട്ടെ. നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന സത്യമല്ല ദൈവം, പിന്നെയോ നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന സ്നേഹമാണ് അവിടുന്ന്. നമുക്കോർക്കാം ആ കാൽവരി യാഗത്തെ. യേശുവിൻ യാഗ
കാൽവരിയാകുന്ന സ്നേഹത്തിൻ്റെ സുന്ദരമായ പ്രതീക്ഷ ഞാൻ കാണുകയാണ്. എൻ്റെ ജീവിതത്തിൽ നിരാശ തെല്ലുമേ ഉണ്ടാകേണ്ടതില്ല. എനിക്ക് വേണ്ടി മരിക്കുകയും എനിക്ക് വേണ്ടി നിത്യമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എൻ്റെ കൂട്ടിനുണ്ട്. വ്യക്തിജീവിതത്തിലാവട്ടെ കുടുംബജീവിതത്തിലാവട്ടെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ നിരാശയ്ക്ക് കാരണമാകുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടി ജീവൻ ഹോമിച്ച ഒരു ദൈവം എപ്പോഴും എന്നെ കരുതിക്കൊണ്ട് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യം എൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കും. കടന്നുപോയ കാലങ്ങളിൽ നിൻ്റെ ജീവിതത്തെ മുറിപ്പെടുത്തിയ ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടെന്ന് വന്നേക്കാം. നീ സ്നേഹിച്ച വ്യക്തികൾ നിന്നെ മറന്നുവെന്ന് വന്നേക്കാം. നീ അങ്ങോട്ട് സ്നേഹം കാട്ടിയപ്പോഴും ആ സ്നേഹം മനസ്സിലാക്കാതെ നിന്നെ തിരസ്കരിച്ച് കാണും. അവിടെയെല്ലാം നിനക്ക് പ്രത്യാശ നൽകുന്നത് ക്രൂശിതനായ കർത്താവാണ്. തന്നെ വേദനിപ്പിച്ചപ്പോഴും തന്നെ മുറിപ്പെടുത്തിയപ്പോഴും അവർക്ക് വേണ്ടി സ്നേഹപൂർവം പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചവനാണ് ആ കർത്താവ്. ആ കർത്താവിൻ്റെ കുരിശിൻ്റെ നിഴലിൽ നമുക്ക് യാത്ര ചെയ്യാം. ആ കർത്താവിൻ്റെ കുരിശിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലുടനീളം പകർത്താം. ആ കുരിശിൻ്റെ സന്ദേശം സകല മനുഷ്യരിലേക്കും നമുക്ക് പങ്കുവച്ച് കൊടുക്കുന്നതിന് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ വലിയ ത്യാഗത്തിൻ്റെ കഥ നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ സാക്ഷ്യമാക്കി പകർത്താൻ നമുക്കിടയാവട്ടെ. തിരുവഴി ഞങ്ങൾ കാണുന്നു, സ്നേഹത്തിൻ ദാനവും ഞങ്ങൾ ക്രൂശിൻ യാഗവും സ്നേഹത്തിൻ മാർഗവും ക്രൂശിൻ യാഗവും സ്നേഹത്തിൻ മാർഗവും കാണുന്നു, ക്രൂശിൻ തിരുവഴി ഞങ്ങൾ കാണുന്നു, സ്നേഹത്തിൻ ദാനവും ഞങ്ങൾ ക്ലേശത്തിൽ നിന്നെ തള്ളിപ്പറയില്ല നാഥ, രോഗത്തിൽ ക്ലേശത്തിൽ നിന്നെ തള്ളിപ്പറയില്ല നാഥ, നഷ്ടനിരകൾ നിരത്തി കുറ്റം ചുമത്തുകയില്ല, നഷ്ടനിരകൾ നിരത്തി കാണുന്നു, ക്രൂശിൻ തിരുവഴി ഞങ്ങൾ കാണുന്നു, സ്നേഹത്തിൻ ദാനവും ഞങ്ങൾ ക്രൂശിൻ യാഗവും സ്നേഹത്തിൻ മാർഗവും ക്രൂശിൻ യാഗവും സ്നേഹത്തിൻ മാർഗവും കാണുന്നു, ക്രൂശിൻ തിരുവഴി ഞങ്ങൾ കാണുന്നു, സ്നേഹത്തിൻ ദാനവും ഞങ്ങൾ
മാർഗത്തിലെന്നും വിട്ടുപിരിയാതെ നാഥ, സ്നേഹത്തിൻ മാർഗത്തിലെന്നും വിട്ടുപിരിയാതെ നാഥ, നാശത്തിൻ മാർഗം വെടിഞ്ഞ് പുണ്യവഴിയിൽ ചരിക്കാം. നാശത്തിൻ മാർഗം വെടിഞ്ഞ് പുണ്യവഴിയിൽ ചരിക്കാം. കാണുന്നു ക്രൂശിൻ തിരുവഴി ഞങ്ങൾ, കാണുന്നു സ്നേഹത്തിൻ ദാനവും ഞങ്ങൾ. ക്രൂശിൻ യാഗവും സ്നേഹത്തിൻ മാർഗവും, ക്രൂശിൻ യാഗവും സ്നേഹത്തിൻ മാർഗവും. കാണുന്നു ക്രൂശിൻ തിരുവഴി ഞങ്ങൾ, കാണുന്നു സ്നേഹത്തിൻ ദാനവും ഞങ്ങൾ. സ്നേഹിതവൃന്ദം മുഴുവൻ കൈവിട്ടു പോയാലും നാഥ, സ്നേഹിതവൃന്ദം മുഴുവൻ കൈവിട്ടു പോയാലും നാഥ, നിന്റെ കൃപകൾ മറന്ന് നിന്നെ പിരിയില്ല സത്യം. നിന്റെ കൃപകൾ മറന്ന് നിന്നെ പിരിയില്ല സത്യം. കാണുന്നു ക്രൂശിൻ തിരുവഴി ഞങ്ങൾ, കാണുന്നു സ്നേഹത്തിൻ ദാനവും ഞങ്ങൾ. ക്രൂശിൻ യാഗവും സ്നേഹത്തിൻ മാർഗവും, ക്രൂശിൻ യാഗവും സ്നേഹത്തിൻ മാർഗവും. കാണുന്നു ക്രൂശിൻ തിരുവഴി ഞങ്ങൾ, കാണുന്നു സ്നേഹത്തിൻ ദാനവും ഞങ്ങൾ. കർത്താവിൻ്റെ കുരിശു താങ്ങാൻ അന്ന് ശിമയോൻ തയ്യാറായി. ഈശോയെ സ്നേഹിക്കുന്ന അനേകർ അവിടുത്തെ കുരിശു താങ്ങാൻ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അത്തരക്കാരോടൊക്കെ കർത്താവ് ഇന്ന് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ നിൻ്റെ അരുകിലുണ്ട്. ഈ എളിയവരിൽ ഒരുവനെ നീ ശുശ്രൂഷ ചെയ്ത് അവൻ്റെ ക്ലേശത്തിൽ പങ്കുചേർന്ന് അവനെ സഹായിച്ചപ്പോൾ എന്നെ തന്നെയാണ് സഹായിച്ചത് എന്ന് അവിടുന്ന് പറയുന്നു. നമ്മുടെ ചുറ്റുപാടും ദൈവിക ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ക്ലേശമനുഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ അവരെ നാം സഹായിക്കുന്നതിലൂടെ ലോകരക്ഷകനായ ഈശോയെ തന്നെയാണ് സഹായിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ ഇഹലോകത്തിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാകുന്നു. കർത്താവിൻ്റെ കുരിശ് താങ്ങുന്ന നിമിഷങ്ങളിലൊക്കെ നമുക്കത് ആനന്ദകരമായി മാറണം. കർത്താവിനോടുള്ള സ്നേഹമാണ് ഒരു വ്യക്തിയെ, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ സ്നേഹം. സഹോദരങ്ങളെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന ക്രിസ്തീയ പ്രമാണം നമുക്കെപ്പോഴും പാഠമാകേണ്ടതുണ്ട്. ഈ ദുഃഖവെള്ളി ദിനത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി
അനേകരെ ശുശ്രൂഷിക്കാനുള്ള നല്ല മനസ്സ് സ്വീകരിക്കുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള വേദനിക്കുന്ന ദൈവമക്കളെ സഹായിക്കാനുള്ള സന്നദ്ധതയോടെ മനസ്സ് തുറന്ന് നമുക്ക് സ്വീകരിക്കാം. ക്ലേശം അനുഭവിക്കുന്ന വ്യക്തികളെ അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് തലോടി നമുക്ക് ആശ്വസിപ്പിക്കാം. സഹായങ്ങൾ എത്തിച്ച് അവരോടുള്ള സ്നേഹവും അവരിലൂടെ ഈശോയോടുള്ള സ്നേഹവും നമുക്ക് പ്രകടമാക്കാം. നമുക്ക് ഒരേ മനസ്സോടെ ഏറ്റുപറയാം, കർത്താവേ, അവിടുത്തെ കുരിശൊന്ന് താങ്ങുവാനായി, അവിടുത്തെ സഹായിക്കാനായി ഇതാ ത്യാഗപൂർവം ഞാൻ വരുന്നുവെന്ന്. കുരിശൊന്നു താങ്ങാൻ തിരുമുഖമൊപ്പാൻ മനസ്സായി ഞാൻ വരുന്നു. കുരിശൊന്നു താങ്ങാൻ തിരുമുഖമൊപ്പാൻ മനസ്സായി ഞാൻ വരുന്നു. കുരിശൊന്നു താങ്ങാൻ തിരുമുഖമൊപ്പാൻ എന്നെ അനുവദിക്കൂ. കുരിശൊന്നു താങ്ങാൻ തിരുമുഖമൊപ്പാൻ എന്നെ അനുവദിക്കൂ. ഓ എന്റെ സ്നേഹമേ, ഓ എന്റെ ജീവനേ, ഓ എന്റെ സ്നേഹമേ, ഓ എന്റെ ജീവനേ. മുറിവേറ്റവനായി ക്ഷീണിതനായി മനുഷ്യരൂപത്തിൽ വന്നു നിന്നരികെ. മുറിവേറ്റവനായി ക്ഷീണിതനായി മനുഷ്യരൂപത്തിൽ വന്നു നിന്നരികെ. കണ്ടോ നീ എന്നെ ആശ്വസിപ്പിച്ചോ, എൻ ഭാരമപ്പോൾ താങ്ങി നീ തന്നു. കണ്ടോ നീ എന്നെ ആശ്വസിപ്പിച്ചോ, എൻ ഭാരമപ്പോൾ താങ്ങി നീ തന്നു. ഓ എന്റെ സ്നേഹമേ, ഓ എന്റെ ജീവനേ, ഓ എന്റെ സ്നേഹമേ, ഓ എന്റെ ജീവനേ. തള്ളി പറഞ്ഞാലും തള്ളി പറയാതെ എന്നെ പുണരുന്ന സ്നേഹമേ. തള്ളി പറഞ്ഞാലും തള്ളി പറയാതെ എന്നെ പുണരുന്ന സ്നേഹമേ. മൂന്നല്ല 300 പ്രാവശ്യം നാഥ തള്ളി പറഞ്ഞു നിന്നെ. മൂന്നല്ല 300 പ്രാവശ്യം നാഥ തള്ളി പറഞ്ഞു നിന്നെ. ഓ
മാമലനിരകളെക്കാളെന്റെ പാപങ്ങൾ വലുതാണു സ്നേഹമേ തമ്പുരാനേ. മാമലനിരകളെക്കാളെന്റെ പാപങ്ങൾ വലുതാണു സ്നേഹമേ തമ്പുരാനേ. കുരിശിലെ രക്തത്താലിൻ പാപമാലിന്യം കഴുകിക്കളയണേ കാരുണ്യമേ. കുരിശിലെ രക്തത്താലിൻ പാപമാലിന്യം കഴുകിക്കളയണേ കാരുണ്യമേ. കുരിശൊന്നു താങ്ങാൻ തിരുമുഖമൊപ്പാൻ മനസ്സായി ഞാൻ വരുന്നു. കുരിശൊന്നു താങ്ങാൻ തിരുമുഖമൊപ്പാൻ മനസ്സായി ഞാൻ വരുന്നു. കുരിശൊന്നു താങ്ങാൻ തിരുമുഖമൊപ്പാൻ എന്നെ അനുവദിക്കൂ. കുരിശൊന്നു താങ്ങാൻ തിരുമുഖമൊപ്പാൻ എന്നെ അനുവദിക്കൂ. ഓ എന്റെ സ്നേഹമേ, ഓ എന്റെ ജീവനേ, ഓ എന്റെ സ്നേഹമേ, ഓ എന്റെ ജീവനേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം തന്നെയായി ഈശോയെ, അവിടുത്തെ കുരിശ് അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുരിശിലൂടെ, സഹനത്തിലൂടെ എനിക്ക് വേണ്ടി അവിടുന്ന് നൽകിയ സ്നേഹത്തെ ഫലപ്രദമായി സ്വീകരിക്കാൻ തക്കവിധം എന്നെ നിന്നോട് ചേർത്ത് സമർപ്പിക്കുവാൻ അവിടുത്തെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, അവിടുത്തെ പീഡകൾക്കും അവിടുത്തെ സഹനത്തിനും ഒക്കെ കാരണം എൻ്റെ പാപങ്ങളാണ് എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കുന്നു. ദൈവമേ, അവിടുത്തെ വലിയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കടന്നുപോയ പാപത്തിൻ്റെ വഴികളിൽ ഞാനിനി പോവുകയില്ല എന്ന് അങ്ങേക്ക് വാക്ക് നൽകുന്നു. അങ്ങനെ നിരന്തരം സ്നേഹിച്ച് എന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാകുമ്പോൾ, കുരിശുകളുണ്ടാകുമ്പോൾ നിൻ്റെ കുരിശിലേക്ക് നോക്കി ആശ്വാസം പ്രാപിക്കുവാൻ, ശക്തി നേടുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ, എൻ്റെ കുടുംബത്തെ, ഞാൻ അംഗമായിരിക്കുന്ന സഭയെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വലിയ മാനസാന്തരത്തിൻ്റെ വരങ്ങൾ ഓ ദൈവമേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നേരവും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും ഞാൻ സമർപ്പിക്കട്ടെ. ആമേൻ.